ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇന്ന് വരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത അപാര രുചിയും ഒരുപാട് ഹെൽത്തിയുമായ തികച്ചും വ്യത്യസ്തമായ ഒരു തോരനും അതുപോലെ തന്നെ ഒരു പഴയ നാടൻ ഒഴിച്ചുകറിയുമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഉച്ചയൂണിന് ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറികൾ രണ്ടും. അപ്പോൾ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന നീർമാങ്ങ റെസിപ്പി നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നീർമാങ്ങയാണ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് മൂട ചക്കക്കുരു എന്ന് പറയും. ചക്കയും ചക്കക്കുരുവും ഒക്കെ ധാരാളം ഉള്ള സീസണിൽ നമ്മൾ പച്ച ചക്കക്കുരു ഈർപ്പമില്ലാതെ മുറിഞ്ഞു പോകാത്ത നല്ല ചക്കക്കുരു നോക്കി ഇങ്ങനെ തിരിച്ചും മറിച്ചും 2-3 പ്ലാസ്റ്റിക് കൂടുകൾക്കകത്താക്കി നമ്മൾ കെട്ടി ഇങ്ങനെ സൂക്ഷിച്ചാൽ ചക്കയും ചക്കക്കുരു ഒന്നും ഇല്ലാത്ത സീസണിൽ നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാം. ഒരു 2 പിടി ചക്കക്കുരു എടുത്ത് തൊലി കളഞ്ഞ് കരിന്തൊലി മാത്രം കളഞ്ഞ് 4ആയിട്ട് കീറി കഴുകി നമുക്ക് ചട്ടിയിലാക്കാം. ചുവന്ന തൊലി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഔഷധ ഗുണമുള്ളതാണ് ചക്കയും ചക്കക്കുരുവൊക്കെ. അപ്പോൾ നീർമാങ്ങ കഷണങ്ങളാക്കി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ മുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചുവന്നുള്ളി, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ കുറച്ച് കാന്താരിയും ഇതുപോലെ പ്ലാസ്റ്റിക് ബൗളിനകത്താക്കി അടിയിലും മുകളിലും ടിഷ്യൂ പേപ്പർ ഇട്ട് നമ്മൾ മൂടി എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാസങ്ങളോളം കേടാകാതെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയ്ക്കായ തോരനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മുരിങ്ങയ്ക്കായ ഇതുപോലെ കഴുകിയെടുത്ത് നമ്മൾ നെടുകെ ഒന്ന് പിളർന്നെടുക്കണം. മുരിങ്ങയ്ക്കായ സാധാരണ നമ്മൾ കറി വെക്കാനും തീയലും സാമ്പാറിലും അവിയലിലും ഒക്കെയാണ് ഇടുന്നത്. തോരൻ അങ്ങനെ ആരും തന്നെ വെക്കാറില്ല. പക്ഷേ തോരൻ വെച്ചാൽ അടിപൊളി സ്വാദാണ്, നല്ല ടേസ്റ്റാണ്. മുരിങ്ങയ്ക്കായ ഒത്തിരി ഔഷധ ഗുണമുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പം തോരൻ വെച്ചിട്ടില്ലാത്തവരെ ഇങ്ങനെയൊന്ന് തോരൻ വെച്ച് നോക്കണം നിങ്ങൾ. പിന്നെ ആ തോരൻ വെക്കും, അത്രയ്ക്കും ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ മുരിങ്ങയ്ക്ക നമ്മൾ ആ ദശ മാത്രമായിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് എടുക്കണം. ഇപ്പം നമ്മുടെ ചക്കക്കുരുവൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ മാങ്ങാ കഷ്ണങ്ങൾ, ഇത് പഴുത്ത മാങ്ങ ഉപ്പിലിട്ടതാണ്, മാങ്ങാ കഷ്ണങ്ങളും കൂടെ ചേർത്ത് വീണ്ടും മൂടി വയ്ക്കാം. അപ്പോൾ മുരിങ്ങയ്ക്കായ മുഴുവൻ നമ്മൾ ഫ്ലഷെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് നമ്മൾ ഇതുപോലെ കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പം നമ്മൾ പൊടിയായിട്ടെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചക്കക്കുരുവും ആ മാങ്ങാ കഷ്ണങ്ങളും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ ഉപ്പൊട്ടും ചേർക്കണ്ട. അപ്പം നമ്മൾ അരപ്പ് എല്ലാം അരച്ച് വെച്ചിരുന്നത് നമുക്കിപ്പം ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ നമ്മൾ അരച്ച് ആ മിക്സിയുടെ ബൗളിലേക്ക് ഒഴിച്ച് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഉണ്ട്, കാരണം ഉപ്പിനകത്ത് കിടന്ന മാങ്ങ ആയതുകൊണ്ട്. ഇനി വേണമെന്നുള്ളവർക്ക് ഉപ്പ് ചേർക്കാം. കറി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് വാങ്ങി വയ്ക്കാം. ഇനി ഒരു താളിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 2-3 അല്ലി ചുവന്നുള്ളി, ഒരു 2 തണ്ട് കറിവേപ്പില, ഇത്രയും മൂപ്പിച്ച് നമുക്ക് ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് 2-3 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വയ്ക്കണം. അപ്പോൾ താളിപ്പിൻ്റെ സ്വാദ് മുഴുവനായിട്ട് കറിയിലേക്ക് ഇറങ്ങും. ഇനി നമുക്കിതൊന്ന് ഇളക്കി മൂടി വയ്ക്കാം. ഇനി നമ്മുടെ മുരിങ്ങയ്ക്കായ തോരനൊന്ന് തയ്യാറാക്കാം. ഇപ്പം നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരുന്ന മുരിങ്ങയ്ക്ക റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി വേണ്ടത് ഒരു 2 സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, അതുപോലെ 4-5 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില, 3-4 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ചേർത്ത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റി അരിഞ്ഞ് വെച്ച് ചുവന്നുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് വഴറ്റി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്കായ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി ഈ മുരിങ്ങയ്ക്കായ വേകാനായിട്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി. ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഈ വെള്ളം ഒന്ന് വറ്റുമ്പോഴത്തേക്ക് ഈ മുരിങ്ങയ്ക്കായ വേകും. അത്രയ്ക്കുള്ള വേവേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും.
അപ്പോൾ മുരിങ്ങയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റി. ഇനി നമുക്ക് 2 പിടി പച്ച തേങ്ങ ചുരുണ്ടിയത് നമുക്ക് 2 പിടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീരയും കൂടെ ചേർത്തൊന്ന് ഇളക്കി നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പം ഇന്ന് വരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ഈ തോരൻ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെയാണ് ഈ ഒഴിച്ചുകറി. നിങ്ങൾക്ക് ഇവ രണ്ടും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.